ഇതിൽ അമ്മ വേഷം ചെയ്ത് ഗീതാൻറ്റി ആണ് പറയുന്നത് ഇങ്ങനെ രാജസേൻ സാർ ഒരു പുതുമുഖത്ത് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞത് അവിടെ വെച്ചിട്ട്. അപ്പം ഈ പറഞ്ഞ ആൾ രാജസേൻ സാറിൻ്റെ ഫാമിലി ഫ്രണ്ട് എറണാകുളത്ത് താമസിക്കുന്നുണ്ട്. ആ ആൻറ്റിയോട് പറഞ്ഞിട്ട് അവർ ഒരു ദിവസം എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡയറക്ടർക്കൊന്ന് കാണണം. അങ്ങനെ വിജയ മൂവീസാണ് പ്രൊഡ്യൂസർ പറഞ്ഞു. അങ്ങനെ കണ്ട ശേഷം ഒരു സ്ക്രീൻ ടെസ്റ്റ് വേണം പറഞ്ഞു. പിന്നെ സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് സത്യഭാമയ്ക്ക് ഒരു പ്രേമലേഖനം എന്നുള്ള പടം വന്നത്. പിന്നെ അപ്പോൾ ആ സമയത്ത് വന്നൊരു ചെറിയൊരു കൺഫ്യൂഷൻ എന്താ വെച്ചാൽ പേര് മാറ്റണം എന്നുള്ള ഒരു ഇത് വന്നു. കാരണം എൻ്റെ പേര് സുനിത എന്നാണ്. അപ്പം ആ സമയത്ത് സുനിത ഓൾറെഡി ഫീൽഡിലുള്ളതുകൊണ്ട് പേര് ഇത് പറ്റില്ല എന്നുള്ളൊരിത് വന്നു. അപ്പം നമ്മളോട് വെച്ചാൽ നമുക്ക് വേറെ ഒബ്ജക്ഷൻ ഒന്നുമില്ല, എന്താ വെച്ചാൽ തീരുമാനിക്കാം എന്ന് അവരോട് പറഞ്ഞു. അങ്ങനെ പ്രൊഡ്യൂസറും ഡയറക്ടറും അവരുടെ സൈഡിൽ നിന്നാണ് ആദ്യം സത്യഭാമ എന്നിടാം, അങ്ങനെ അവസാനം ചാന്ദിനിയിലെത്തി ആ പേര്. സത്യഭാമയ്ക്ക് ഒരു പ്രേമലേഖനം എന്ന സിനിമയിലൂടെ നാട്ടിലാകെ അറിയപ്പെടുന്ന താരമായി. മലയാളത്തിന്റെ മുഖമുള്ള നായികയ്ക്ക് അനുമോദനങ്ങളും ഏറെ കിട്ടി. സിനിമ പക്ഷേ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. അഭിനയ പരീക്ഷണം തുടരേണ്ട എന്ന തീരുമാനത്തിലായി ചാന്ദിനി. ചലച്ചിത്ര രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചിട്ടും അഭിനയം അറിയാവുന്ന പെൺകുട്ടിയെ കൈവിട്ട് കളയാൻ സിനിമ ഒരുക്കമായിരുന്നില്ല. വേഷങ്ങൾ ഒന്നൊന്നായി തേടി വന്നുകൊണ്ടിരുന്നു. പടം ദില്ലിവാല രാജകുമാരൻ്റെ ഷൂട്ടിംഗ് സമയത്ത് നമ്മുടെ ഈ ദൂരദർശനിൽ ആദ്യമായിട്ട് സീരിയലുകൾ തുടങ്ങിയ സമയം. ഇപ്പോൾ 13 എപ്പിസോഡ് സീരിയൽ കരുണാലയം എന്ന് പറഞ്ഞിട്ട് അതിന് കരുണ എന്നുള്ള സെൻട്രൽ ക്യാരക്ടർ ഷാജിയം ഡയറക്ടർ ചെയ്ത്. ഇപ്പോഴത്തെ പിള്ളേർ കുറച്ചുകൂടി പ്രൊഫഷണലാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഒരു എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിലും ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും കുറച്ചുകൂടി പ്രൊഫഷണലാണ് ഇപ്പോഴത്തെ കുട്ടികൾ തോന്നിയിട്ടുണ്ട്. പണ്ട് ഞാൻ പറഞ്ഞു നമ്മളൊക്കെ അഭിനയത്തിൽ വന്നു വേഷങ്ങൾ ചെയ്തു എന്നല്ലാണ്ട് ഒരു എന്താ പറയുക അങ്ങനെ ഒരു മറക്കാൻ പറ്റാത്തൊരു ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ